ഞാൻ എന്തൊക്കെയാണ് ഈ നൈറ്റിൽ ചെയ്തതെന്നുള്ളത് എനിക്ക് തന്നെ ഒരു പിടുത്തുള്ളൂ കേട്ടോ. അതേപോലെ ആദ്യമായിട്ടാണ് ഞാനിതാ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത്, ഇത്രയും ചപ്പാത്തി ചുടുന്നതും. അതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെയെങ്കിലും കുറച്ച് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരും കാണാതെ പോകരുത് എൻ്റെ നഗ്നമായ ആ മനസ്സ്. അപ്പം ഇതുണ്ടോ, ഞാനിതാ പപ്പടം പോലെ ഇങ്ങനെ ചുട്ടെടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി. അപ്പോൾ കുറേ ചപ്പാത്തി ഉണ്ട് കേട്ടോ, ഞാൻ അവസാനം കാണിച്ചു തരും നിങ്ങൾക്ക്. ഇത് അവസാനത്തെ ആണെന്ന് തോന്നുന്നു. ഞാൻ കുളിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ അത്ര ഹൈജീനിക് അല്ല എന്ന് വിചാരിക്കരുത്. ഞാൻ ഭയങ്കര ഹൈജീനിക്കാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ അല്ലല്ലോ കാര്യങ്ങൾ. ഇതെൻ്റെ അവസാനത്തെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ. ഇത് അതും കൂടി ആയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. എനിക്ക് വട്ടാണോ എന്ന് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്കൊന്നും പറയണ്ട, എനിക്ക് കോപ്പറായി നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കുക. പിന്നെന്താ, അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ലാസ്റ്റ് പറയാമല്ലേ, ലാസ്റ്റ് പറയില്ല നല്ലത്. അപ്പോൾ ഞാൻ പാട്ടൊക്കെ പാടുന്നുണ്ട്, സ്റ്റാർ സിംഗറിൽ പാട്ട് വെച്ചിട്ടുണ്ട്, അതേപോലെ ഞാനും പാടുന്നുണ്ട്. നല്ല ശരിക്കും പതിനിസോ ഞാൻ ഒരിക്കൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ പാട്ട്, അതുകൊണ്ടാണ് പാടുന്നത്. പിന്നെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇത്രയും ചപ്പാത്തി ഞാൻ ചുട്ടു ഗൈസ്. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് കുളിക്കണം. അപ്പോൾ കുളിക്കാൻ പോവുകയാണ് കേട്ടോ ഗൈസ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ബാത്റൂമിലേക്ക് പോയി, അപ്പോഴേക്ക് ഞാൻ എന്തോ മറന്നുപോയി. എന്താ, ചന്ദ്രിക സോപ്പ്, പുതിയ സോപ്പ്, എൻ്റെ ഫേവറേറ്റ് സ്മെല്ലുള്ള സോപ്പാണ് കേട്ടോ. അപ്പോൾ പോയിട്ടൊന്ന് കുളിച്ചാലോ, ഇതാണ് ഞാൻ ഇത്രയും നേരം മണപ്പിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ പോയി കുളിച്ചിട്ട് തരാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിറർ ഷോ ഞാനുണ്ട് കേട്ടോ. മിറർ ഷോ എവിടെയും പോകുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ തല ഒരിക്കലും കൂടി നല്ല വൃത്തിക്ക് തോർത്തിയെടുത്തു. കാരണം വെള്ളം ഇങ്ങനെ തലോട്ട് വീണിട്ട് നനയുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ എഴുതുന്നത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ സ്പീഡാക്കണം. എന്താ വെച്ചാൽ മൈ നെയിം ഈസ് സാഹില്യ, ഐ ആം ബേൺ ഇൻ 2015 April 28. ദാറ്റ് വാസ് എ സ്പെഷ്യൽ ഡേ ഫോർ മീ. അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റുണ്ടാവും, അതിൽ തന്നെ തിരുത്തട്ടെ. പിന്നെ അമ്മേനൊക്കെ കൊണ്ടുവന്നിട്ട്, അമ്മ മാർക്കോയിൽ പോകാറുണ്ട് നിങ്ങൾക്കറിയില്ലേ. അപ്പോൾ അമ്മേനൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണ് ഇത്. കാസർഗോഡ് പോയി വന്നതിന് ശേഷം കാസർഗോഡിൽ ഞാൻ കൊണ്ടുപോയ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് മടക്കി വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രഷ് എടുത്തു ഞാൻ, അതൊക്കെ കവറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു കവറും ഉണ്ടായിരുന്നു. അപ്പം അത് വേറെതാണ്, ബ്ലൂ കളർ, അത് അങ്ങ് അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ കണ്ടോ, ഇതിലുള്ള എൻ്റെ പെന്നൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. നാളെ എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബുക്കൊക്കെ എടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നാളെ കാണാൻ വരണം. അപ്പോൾ ഫുഡൊക്കെ ഞാൻ കഴിച്ച് കഴിഞ്ഞു. നാളത്തെ വീഡിയോ ഉറപ്പായിട്ടുണ്ടോ കേട്ടോ. നാളെ രാവിലെ മുതൽ ഞാൻ എടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ സമയമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇതാ ബ്രഷ്, പേസ്റ്റിൻ്റെ ഊപ്പാട് വരെ ഞാൻ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ കയ്യിൽ മറ്റേ ഇതുണ്ടല്ലോ, ചപ്പാത്തി പരത്തുന്ന സാധനമില്ല, അതുകൊണ്ട് നമ്മൾ പരത്തുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ആടിപ്പാടിയിട്ട് ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യണം കേട്ടോ ഗൈസ്. ബ്രഷ് ചെയ്യാതെ കിടന്നുറങ്ങാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ബ്രഷൊക്കെ ചെയ്തിട്ട് നമ്മൾ എവിടെ പോവാണ്, പോയിട്ട് ഇത് ചെയ്തു, കഴുകി വന്നതിന് ശേഷം ബലൂണ് കളിച്ചു കേട്ടോ. ഇത് അമ്മയെ ആർക്കൊന്ന് കൊണ്ടുവന്നതാണ് ഈ ബലൂൺ കേട്ടോ. നല്ല രസമില്ലേ. അങ്ങനെ ഇനി എന്ത് ചെയ്യുക, കിടന്നുറങ്ങുക. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ